ബാറുകളിൽ കള്ള് വിൽപ്പനയ്ക്ക് അനുമതി നൽകുന്നു. ഷാപ്പുടമകളുടെ വയറ്റത്തടിക്കുന്ന തീരുമാനമാകും ഇത്. പുതിയ മദ്യനയത്തിൻ്റെ കരടിലാണ് ബാറുകളിലും കള്ള് വിൽപ്പന സംബന്ധിച്ച് തീരുമാനമുള്ളത്. ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ഷാപ്പുകൾ ലേലം പിടിക്കുന്നത്. ബാറുകളിൽ കള്ള് വിൽപ്പനയ്ക്ക് അനുമതി നൽകിയാൽ ആളുകൾ അവിടേക്ക് പോകും. ഷാപ്പുകളിൽ കച്ചവടം കുറയുകയും ചെയ്യും. ഇത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ഷാപ്പുടമകൾ പറയുന്നു. നിലവിൽ കള്ളിൻ്റെ ലഭ്യത കുറവുണ്ട്. ചെത്തുതൊഴിലാളികളെപ്പോലും കിട്ടാത്ത സ്ഥിതിയാണ്. ബാറുകളിൽ അനുമതി നൽകിയാൽ ഉടമകൾ ചെത്തുതൊഴിലാളികളെ സ്വാധീനിച്ച് അവിടേക്ക് കള്ളെത്തിക്കും. ഇത് ഷാപ്പുകൾ പൂട്ടിപ്പോകേണ്ട സ്ഥിതിയെത്തുമെന്നും അവർ പറയുന്നു. റെസ്റ്റോറൻറ്റുകളിൽ ടൂറിസം സീസണിൽ ബിയർ വിളമ്പാനും ബാറുകളിലെ തെങ്ങുകളിൽ നിന്നും കള്ള് ചെത്തി അതിഥികൾക്ക് വിൽക്കാനുമുള്ള നിർദ്ദേശമാണ് കരട് ചട്ടത്തിലുള്ളത്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ കേരളത്തിലെ ടൂറിസം സീസണായി കണക്കാക്കിയാണ് റെസ്റ്റോറൻറ്റുകൾക്ക് ലൈസൻസ് നൽകുക. 3 മാസത്തെ ഒരു വാർഷിക പാദത്തിന് 1 ലക്ഷം രൂപ ഫീസ് ഈടാക്കണമെന്നതാണ് നിർദ്ദേശം. ടൂറിസം വകുപ്പ് നൽകുന്ന 2 സ്റ്റാർ ക്ലാസിഫിക്കേഷന് മുകളിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ ബിയറും വൈനും വിളമ്പാം. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ 3 സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ബാറുകളിലും വിനോദസഞ്ചാര മേഖലകളിലെ റിസോർട്ടുകളിലുമാകും കള്ള് ചെത്തി വിൽപ്പനയ്ക്കുള്ള ലൈസൻസ്. സ്വന്തം വളപ്പിലെ കള്ള് ചെത്തി അതിഥികൾക്ക് നൽകാം. 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കുന്ന നയം തന്നെയാണ് ഇക്കാര്യത്തിലും. കഴിഞ്ഞ മദ്യനയത്തിലായിരുന്നു 2 പ്രഖ്യാപനങ്ങളും. തിരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ പുതിയ മദ്യനയം രൂപീകരിക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കും. ഒക്ടോബർ മുതൽ ഫെബ്രുവരിയുള്ള ടൂറിസം സീസൺ കണക്കാക്കിയാണ് അനുമതി നൽകുകയെങ്കിലും അത് പിന്നീട് തങ്ങൾക്ക് ഭീഷണി തന്നെയാണെന്ന് ഷാപ്പുടമകൾ പറയുന്നു. ടൂറിസം സീസണുകളിൽ കള്ള് കുടിക്കാൻ ഷാപ്പുകളിൽ ആളുകൾ കൂടുതലായി എത്താറുണ്ട്. വിദേശ വിനോദസഞ്ചാരികൾ മുതൽ ആഭ്യന്തര സഞ്ചാരികൾ വരെ ഷാപ്പിലേക്കെത്തും. അവിടെയുള്ള ഭക്ഷണവും കഴിച്ചാണ് അവർ മടങ്ങുക. എന്നാൽ ബാറുകൾക്ക് കള്ള് വിൽപ്പനയ്ക്ക് അനുമതി നൽകിയാൽ, ചെത്തുതൊഴിലാളികളെ സ്വാധീനിച്ച് കൂടുതൽ തുക ബാറുടമകൾ നൽകിയാൽ തങ്ങൾക്ക് കള്ള് കിട്ടാത്ത സ്ഥിതിയുണ്ടാകും. അത് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. അതിനാൽ സർക്കാർ ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിയണമെന്നും ഷാപ്പുടമകൾ പറയുന്നു.